ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് കുറ്റി ബീൻസിന്റെ കൃഷിയെപ്പറ്റിയുള്ളൊരു വീഡിയോ ആണ്. അതിന്റെ തുടക്കമാണ് ഞാൻ പറയുന്നത്. പലരും അബദ്ധം കാട്ടുന്ന ഒരു പ്രശ്നം ഞാനൊന്ന് ചൂണ്ടിക്കാട്ടുകയാണ്. നമ്മൾ കുറ്റി ബീൻസിന്റെ വിത്തുകൾ വാങ്ങിക്കുമ്പോൾ സാധാരണ പയർ വിത്താണെന്ന് കരുതിയിട്ട്, പയർ വർഗ്ഗമാണ് എന്നിട്ട് തന്നെ പയർ ആണെന്ന് കരുതി നമ്മൾ കൊണ്ടുവന്ന് വെള്ളത്തിൽ കുതിർക്കും. സാധാരണ വള്ളിപ്പയറൊക്കെ ആണെങ്കിൽ മിനിമം ഒരു 6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷമാണ് നട്ടാൽ വളരെ എളുപ്പത്തിൽ കിളിർത്ത് കിട്ടുന്നത്. ഇനി അല്ലാതെ കൊണ്ടുവന്ന് തടത്തിൽ പാകിയാലും നന്നായിട്ട് വെള്ളം കൊടുത്തെങ്കിൽ മാത്രമേ കിളിർത്ത് കിട്ടത്തുള്ളൂ. പക്ഷെ എന്ന് കരുതി ഈ കുറ്റി ബീൻസിന്റെ വിത്തുകൾ നമ്മൾ കൊണ്ടുവന്ന് പാകുകയാണെങ്കിൽ, അതായത് വെള്ളത്തിൽ കുതിർത്ത് ഒരു 4-5 മണിക്കൂർ കൊണ്ടുവന്ന് പാകുകയാണെങ്കിൽ ഇതിൽ കൂടുതൽ വിത്തുകൾ നശിച്ചു പോകാറാണ് പതിവ്. അതിന് ഉദാഹരണമാണ് അതാണ്ട് ഈ കാണിക്കുന്നത്. ഏകദേശം ഞാൻ മൊത്തം ചകിരിച്ചോറ് കമ്പോസ്റ്റും അതേപോലെ വെർമിക്കുലൈറ്റും പെർലൈറ്റും എന്ന മിശ്രിതത്തിലേക്ക് നട്ട് വെച്ചിട്ടുള്ള ബീൻസാണ്. ഇതെല്ലാം കിളിർത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇതേ വിത്ത് തന്നെയാണ്. അതായത് 2026 മെയ് വരെ വാലിഡിറ്റി ഉള്ള വിത്തുകളാണിത്. അപ്പോൾ ഈ വിത്ത് തന്നെ ഞാൻ ഇത്രയും കാലാവധി ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഇത് കൊണ്ടുവന്ന് വെള്ളത്തിൽ ഒരു 4 മണിക്കൂർ കുതിർക്കിട്ട് ഇതേപോലെ തന്നെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ വിത്ത് പകുതി മുക്കാലും ചീഞ്ഞു പോകും. അതായത് ഇതിനകത്ത് വെള്ളം കയറി കഴിയുമ്പോൾ ഇതിനകത്ത് ഈ ബാക്ടീരിയൽ ആക്ഷൻ കൊണ്ടിട്ട് ഇത് നശിച്ചു പോകാറാണ് പതിവ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു കൃഷി ചെയ്യുമ്പോൾ പരമാവധി നിങ്ങൾ ഇതേപോലുള്ള ട്രേക്കകത്ത് പാകുമോ. ഇനി അതുമല്ലാത്ത വേറൊരു രീതിയുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഈ ടിഷ്യൂ പേപ്പർ, ഒരു ബോക്സിലേക്ക് ടിഷ്യൂ പേപ്പർ ആദ്യം നിരത്തി വെക്കുക. എന്നിട്ട് ഇത് സാധാരണ ഇങ്ങനെ ഇതേപോലെ തന്നെ കിടത്തി വെക്കുക. കിടത്തി അടുപ്പിച്ച് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു ടിഷ്യൂ പേപ്പർ അങ്ങ് വിരിക്കുക. വിരിച്ചതിന് ശേഷം വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്യുകയാകാവൂ. അല്ലാതെ ബോക്സിനകത്ത് വെള്ളം തളം കെട്ടി നിർത്തരുത്. ഒന്ന് ചെറിയ രീതിയിലൊന്ന് വെച്ചതിന് ശേഷം ആ ബോക്സ് ഒരു പാത്രം വെച്ച് കഴിഞ്ഞാൽ അടയ്ക്കുക. ഒരു ദിവസം മാത്രം അടച്ചു വെക്കുക. എന്നിട്ട് ആ ബോക്സ് പിറ്റേ ദിവസം ഒരു 24 മണിക്കൂർ കഴിയുമ്പോൾ ആ ബോക്സ് തുറന്ന് വെക്കുക. എന്നിട്ട് ആ ഒരു ഈർപ്പം നിലനിർത്താൻ വേണ്ടി മാത്രം ശ്രമിക്കുക. 1-2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ആ ഈർപ്പം നിലനിർത്തുന്നതുകൊണ്ട് ആ ഒരു വിത്തുകളെല്ലാം മുളച്ചിട്ടുണ്ടാവും. പിന്നീട് നമുക്ക് ഒന്നിൽ ട്രേക്കകത്ത് പാകുകയോ അല്ലെങ്കിൽ അല്ലാതെ നിങ്ങൾക്ക് തടത്തിലേക്ക് പാകുകയോ ചെയ്യാം. അല്ലാതെ പരമാവധി നിങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന് കിട്ടുമ്പോൾ തന്നെ കൊണ്ടുവന്ന് വെള്ളത്തിൽ കുതിർത്ത് കഴിഞ്ഞാൽ വിത്തുകൾ നശിച്ചു പോകും. അതുകൊണ്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. കുറ്റി ബീൻസ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ സീസണാണ്. ഇനിയിപ്പോൾ ഏകദേശം നമുക്ക് കാലാവസ്ഥ തുലാവർഷം ഏകദേശം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇതുപോലുള്ള ട്രേക്കകത്ത് പാകി കഴിഞ്ഞാൽ നല്ല കരുത്തോടെ തൈകൾ കിട്ടുകയും ചെയ്യും. നിറയെ ബീൻസ് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇത് കുറ്റി ഇനത്തിൽ പെട്ടുന്ന ബീൻസാണ്. ഫ്രഞ്ച് ബീൻസ് എന്ന് പറയുന്നത് കുറ്റി ബീൻസ് ആണ്. അതിൻ്റെ ബുഷ് ടൈപ്പാണ്. അപ്പം വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ കൃഷി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വിള കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ വിത്തുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി. വിളിക്കുമ്പോൾ ചിലപ്പോൾ എടുക്കാൻ സാധിക്കത്തില്ല. നിങ്ങൾ പരമാവധി വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഞാൻ അതിന് മറുപടി നൽകും. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.